ദേശീയപാത 85 നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട ദേശീയപാത സംരക്ഷണ സമിതി തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ചീഫ് സെക്രട്ടറിയെ ഹൈക്കോടതിയെ ഏൽപ്പിച്ചിട്ടും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആരോപണം. തുടർ സമരങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ അടുത്ത മാസം 8-ന് സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ കൺവെൻഷൻ വിളിച്ചു ചേർക്കും. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട് മാസങ്ങൾ കഴിയുകയാണ്. നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ട ശേഷം നടന്ന കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ നിർമ്മാണ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുവാനുള്ള അവകാശം ഹൈക്കോടതിയെ ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷവും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ മെല്ലെപ്പോക്ക് തുടരുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട തുടർ സമരത്തിന് ദേശീയപാത സംരക്ഷണ സമിതി തീരുമാനമെടുത്തിട്ടുള്ളതെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു. തുടർ സമരങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ ഈ മാസം 8-ന് സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ കൺവെൻഷൻ വിളിച്ചു ചേർക്കും. ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഗുരുതരമായ രോഗം ബാധിച്ച് ആശുപത്രികളിലേക്ക് പോകുന്ന ആളുകൾക്ക് അതിന് പോകാൻ കഴിയുന്നില്ല. വളരെ രോഗി വഴി പോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴേക്കും ഗുരുതരാവസ്ഥയിലായി ചിലപ്പോൾ മരണപ്പെട്ടു പോകുന്ന സാഹചര്യമുള്ളത്. ഇപ്പോഴും അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ ആ റോഡിൻ്റെ പണി തുടങ്ങാനുള്ള അനുമതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 8-ാം തീയതി ജനുവരി മാസം 8-ാം തീയതി വ്യാഴാഴ്ച നമ്മൾ നമ്മുടെ നാഷണൽ ഹൈവേ സംരക്ഷണ സമിതിയുടെ വീണ്ടും ജനറൽ ബോഡി യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ അടുത്ത സമരമാർഗങ്ങൾ സംബന്ധിച്ച് പ്രഖ്യാപിക്കുകയാണ്. പ്രശ്ന പരിഹാരം കാണും വരെ തുടർ സമര പരിപാടികൾ നടത്തുവാനാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ തീരുമാനം. പ്രശ്നത്തിൽ സമാന താല്പര്യമുള്ള എല്ലാവരെയും കൈകോർക്കുമെന്നും ദേശീയപാത സംരക്ഷണ സമിതി വ്യക്തമാക്കി. വാളറ മുതൽ നേരിമംഗലം വരെയുള്ള ഭാഗത്തെ നിർമ്മാണ ജോലികളാണ് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നത്. നിർമ്മാണ ആരംഭത്തിൽ പാതയോരത്ത് നിന്ന് മണ്ണ് നീക്കുകയും ഓടകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമായിരുന്നു നിർമ്മാണം തടസ്സപ്പെട്ടത്. ദേശീയപാതയിൽ മറ്റു ഭാഗങ്ങളിൽ ദ്രുതഗതിയിൽ നിർമ്മാണം മുന്നോട്ടു പോകുമ്പോഴും ഏറ്റവും അടിയന്തരമായി നിർമ്മാണം നടത്തേണ്ട ഭാഗത്താണ് തടസ്സവാദം പ്രതിസന്ധി തീർത്തിട്ടുള്ളത്. സിറ്റി വിഷൻ, അടിമാലി.